റീനീറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്ന കടുത്ത വാദപ്രതിവാദങ്ങൾക്കിടെ ഹർജിക്കാർ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു സെൻറ്റർ വൈസ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ സുപ്രീം കോർട്ട് NTA വിദ്യാർത്ഥികളുടെ റോൾ നമ്പറുകൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ സെൻറ്റർ വൈസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ ഇന്നുച്ച തിരിഞ്ഞ് ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പം അതിനകത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാധ്യമങ്ങൾ പറയുന്ന ആ ഒരു സെൻറ്റർ രാജ്കോട്ടിലെ RK യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അവിടെ പരീക്ഷ എഴുതിയ 85% സ്റ്റുഡൻസ് നീറ്റ് ക്വാളിഫൈഡ് ആയി എന്നുള്ളതാണ്. മാത്രമല്ല അതോടൊപ്പം നമ്മൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 259 പേർ 600-ന് മുകളിൽ സ്കോർ ചെയ്തു. അതിൽ തന്നെ 12ഓളം സ്റ്റുഡൻസ് 700-ന് മുകളിലാണ്. മാത്രമല്ല 680-ന് മുകളിൽ 48 പേരുണ്ട്. ഇനി 650-ന് മുകളിലോട്ട് വരുമ്പോൾ 110 പേർ ഈ ഒരു സെൻറ്ററിൽ നിന്ന് സ്കോർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെൻറ്ററിൽ ഇത്രക്ക് റാങ്ക് ഇൻഫ്ലേഷൻ വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഹർജിക്കാർ ഈ കാര്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കും. അങ്ങനെ കേസ് ഫൈനലി റീനീറ്റിലോട്ട് ഇതിൻ്റെ ഒരു വിധി പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം റീനീറ്റിനുള്ള സാധ്യതകൾ കുറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഇനി എങ്ങോട്ടേക്കാണ് ആ ഒരു വിധിയെ നയിക്കുക എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അപ്പം എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബെലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. അതുപോലെ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.